ഇങ്ങനത്തെ ഫ്രീ ഒക്കെ കിട്ടും. ഇങ്ങനെ ഇത്രയും വലിയ ബോട്ടിൽ ഫ്രീ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. 150 ml ഉണ്ട്. കൊള്ളൂല ഗൈസ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ആംസ് വ്ലോഗ്സിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു വമ്പൻ പെട്ടിയുടെ പെട്ടിപ്പൊട്ടിക്കൽ ചടങ്ങായിട്ടാണ്. ഇന്ന് ഞാൻ ആ ചടങ്ങ് നിർവഹിക്കാൻ പോവാണ്. കാരണം എനിക്ക് ഇത് ഇന്നലെ നൈറ്റ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് നേരം പരപര വെളുക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നതാണ്. സോ ഈ ഒരു പെട്ടി നമുക്ക് അൺബോക്സ് ചെയ്യാം. എന്റെ ഫേവറേറ്റ് ആയിട്ട് ഒത്തിരി നാള് വാങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സാധനമൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാ നോക്കാട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ വലിച്ചു നിട്ടാണ്ട് നമ്മുടെ പെട്ടിപ്പൊട്ടിക്കൽ ചടങ്ങിലോട്ട് കടക്കാം. സാധാരണ ഈ പെട്ടിപ്പൊട്ടിക്കലൊക്കെ ഈ ഗൾഫിൽ നിന്നൊക്കെ ആരെയിലൊക്കെ മാമന്മാരും ഏട്ടന്മാരും അച്ഛന്മാരൊക്കെ വരുമ്പോഴാണല്ലോ. എന്റെ ആരും തൽക്കാലം വരാനില്ല. സോ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പെട്ടി ഓർഡർ ചെയ്യും, ഞാൻ തന്നെ പൊട്ടിക്കും, നിങ്ങളെ കാണിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ നൈക്കയുടെ വലിയ പെട്ടി വന്നിട്ട് കേട്ടോ. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇനി കുറച്ച് നേരത്തിന് സൈലന്റ് ആയിരിക്കും, ഫുൾ ASMR. എന്തോന്ന് പെട്ടിയാണിത്. ഇത് എവിടെ അൺബോക്സ് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. എനിക്ക് ചെറിയൊരു അസുഖമുണ്ട്. ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷം തോന്നും പക്ഷെ അത് വേണ്ട, ഇത് വാങ്ങിയാൽ മതിയായിരുന്നു. ഈ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച, നമ്മുടെ ആ ഒരു സിൻഡ്രോം എന്നെ ബാധിച്ചിട്ടുണ്ട് വല്ലാതെ. ഒരു ലിപ്സ്റ്റിക്, ഓ മൈ ഗോഡ്, ഇതിലൊരു ലിപ്സ്റ്റിക് ഉണ്ട്. ഞാനൊരു ഷെയ്ഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താവും എനിക്ക് അറിഞ്ഞൂടാ. കാരണം എന്റെ സ്കിൻ ടോൺ ഇപ്പം ചേഞ്ച് ആയപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ കുറെയൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്ടും അല്ലെങ്കിൽ എന്താ പറയാ, അത്യാവശ്യം നല്ലോണം ഞാൻ നല്ല ടാൻ ആയിട്ടുണ്ട് ഇപ്പോൾ. ഞാൻ അതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡൊന്നും ഇപ്പൊ എനിക്ക് മാച്ചിങ് ആവാറില്ല. സോ നമുക്ക് എന്തായാലും ഈ പെട്ടീന്ന് എന്തേലും കാട്ടി ഒന്ന് പൊട്ടിക്കാൻ പറ്റുമോ നോക്കട്ടെ. യെസ്, ഫൈനലി അൺബോക്സ് ചെയ്യാണ്. ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഫുൾ നല്ല അടുക്കും ചിട്ടയോടും പോലെ കൂടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും ഭംഗിയിൽ വെക്കാറില്ല. സോ അവർ നല്ല ഭംഗിക്ക് ഇത് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ബില്ല് പിന്നെ നമുക്ക് ആവശ്യമില്ലല്ലോ. ഓൾമോസ്റ്റ് ഞാൻ 2282 അത്രയും രൂപയ്ക്ക് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് എന്നെ സംബന്ധിച്ചോളം കുറച്ചൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഞാൻ അത്രയൊന്നും വാങ്ങാറില്ല. പിന്നെ വന്നിട്ട് ഇതിൽ 2 ഐറ്റം, ഒന്ന് എന്റെ സിസ്റ്ററിനും ഒന്ന് എന്റെ അമ്മയ്ക്കാണ്. അതാണ് ഏകൊരാശ്വാസം. സോ ഫസ്റ്റ് വന്നിട്ട് എനിക്കിതിങ്ങനെ എടുക്കാൻ തോന്നുന്നില്ല കേട്ടോ, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനാണ് തോന്നുന്നത്. ഇതിൽ ഫസ്റ്റ് ഐറ്റം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇതാണ് കേട്ടോ. ഇപ്പൊ പോൺസിന്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായി. ഞാൻ ഡോട്ട് ആൻഡ് കീന്റെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു ക്ലൈമറ്റിൽ എനിക്ക് കോമ്പിനേഷൻ സ്കിൻ ആയത് കാരണം എനിക്കത് അങ്ങോട്ട് കുറച്ചുകൂടെ ഓയിലി ആക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അതർവൈസ് അത് അടിപൊളി ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഡോട്ട് ആൻഡ് കീന്റെ ഒരു ബാരിയർ റിപ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഇപ്പത്തെ ഒരു ക്ലൈമറ്റിൽ. ഇനിയിപ്പോ മൺസൂൺ ആവാൻ പോവാണ്. സോ എന്താവും, ഞാൻ മാറ്റേണ്ടി വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് എല്ലാ ടൈപ്പിലും എനിക്ക് തോന്നുന്നു ഇത് ഓക്കെയാണ്. അപ്പൊ എന്തായാലും പോൺസിന്റെ ഈ ഒരെണ്ണാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഫസ്റ്റ് വൺ ഇതാട്ടോ. സെക്കൻഡ് വൺ വന്നിട്ട് ഇതാണ്. ഇതും ഞാൻ എന്റെ മിക്ക എന്താ പറയാ അൺബോക്സിംഗ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു കെമിസ്റ്റ് അപ്ലൈഡ് അൺറാം റോളാണ്. സെക്കൻഡ് വൺ ഇതാണ് കേട്ടോ. ഇതെന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ 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 വന്നിട്ട് ഇതാണ്. എനിക്ക് ഫ്രീ ബൈസ് ഉണ്ട് ഗൈസ്. സോ ഞാന് കാണിച്ചു തരാം കേട്ടോ അതെന്താന്നുള്ളത്. പിന്നെ വന്നിട്ട് ഇതാ ഇൻസൈറ്റിന്റെ ഈ ഒരു കൺസീലർ പാലറ്റ് ആണ് കേട്ടോ. പ്രോ കൺസീലർ പാലറ്റ്. ഇത് ഇത്രയും ഷെയ്ഡ്സ് വരുന്നതാണ്. ഇത് നല്ലതാണ്. ഇത് എന്റെ കയ്യിലുണ്ട്, ഞാൻ യൂസ് ആക്കാറുണ്ട്. അഫോർഡബിൾ ആണ്. എനിക്ക് 200 സംതിങ് റേറ്റിൽ നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്തെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാട്ടോ. എല്ലാത്തിന്റെയും പ്രൈസ് വന്നിട്ട് ഇത് 200 സംതിങ് ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഓഫറിലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഇത് അനിയത്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ഫേസസ് കാനഡ ലിപ്സ്റ്റിക് വാങ്ങിയൊരു ഓർമ്മ എനിക്കില്ല ഗൈസ്. ഇത് ഫേസസ് കാനഡയുടെ ഒരു ലിപ്സ്റ്റിക് ആണ്.
പെടുവല്ലേ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടെന്ന് പാക്ക് പൊട്ടിക്കാനായിട്ട്. നമുക്ക് ലാസ്റ്റ് നോക്കാം ഇത് ഏതാ ഷെയ്ഡ് എന്താന്ന് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. സോ നെക്സ്റ്റ് വന്നിട്ട് ഇത് ഞാൻ പുതിയതായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണ്. ഡോട്ട് ആൻഡ് കീയുടെ സ്കിൻ കെയർ വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ. ഇതെല്ലാം കൂളിംഗ് എഫക്റ്റ് വരുന്ന അടിപൊളി റിവ്യൂ ഉള്ള സൺസ്ക്രീൻ ആണ് ഡോട്ട് ആൻഡ് കീയുടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് യൂസ് ആക്കാൻ പോകുന്നത്. അക്വ ജെൽ ഫോമിലാണ് ഇത് വന്നിട്ടുള്ളത്. SPF 50 PA 4+ ഉണ്ട്. വിത്ത് ഹൈലൂറിക് ആസിഡ് ഉണ്ടെന്നാണ്. പിന്നെ നോൺ ഓയിലി ആണ്. ഫോർ ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിന്നിനും പറ്റുന്നതാണ്. പിന്നെ UV IR ആൻഡ് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. സോ ഇത് ബെസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഇതിന്റെ റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഞാൻ ഒരുപാടായിട്ട് ഞാൻ ഈ ഒരു സിറം യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഫേസിലെ പാടുകൾ കാണുന്നുണ്ടോ അറിഞ്ഞൂടാ. ഇതൊക്കെ നല്ല ഡാർക്കനായിരുന്നു. ഒരുപാട് എൻ്റെ സ്കിൻ ഇപ്പം മാറിയിട്ടുണ്ട്. ഭയങ്കര പിമ്പിൾസും നല്ല ഡാർക്ക് സ്പോട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പം മാറ്റിയെടുത്ത് കൊണ്ടുവരികയാണ്. സോ അപ്പൊ എനിക്ക് ഒന്നും കൂടെ എളുപ്പമാക്കാനും എൻ്റെ ഈ ടാനൊക്കെ ഒന്ന് റിമൂവ് ആക്കി സ്കിൻ ഒന്ന് ഈവൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് പ്ലമ്മിന്റെ ഈ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് സിറം. 10% നിയാസിനമൈഡ് ആണ്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. ഇത് ഞാൻ ഭയങ്കര കൊതിച്ച് വാങ്ങിയിട്ടുള്ളതാണ്. എനിക്കായാലും അപ്പൂനായാലും ഇത് നന്നായിട്ട് സ്യൂട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് 10% ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. സോ ഒരു ബിഗിനറിന് 2%, 5%ലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഞാൻ കൂടുതലായിട്ട് സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്ന കാരണം ഞാൻ 10% വാങ്ങി നോക്കിയതാണ്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. നെക്സ്റ്റ് വന്നിട്ട് വാസ്ലിന്റെ ഈ ഒരു കൊക്കോ ഗ്ലോ എന്ന് പറഞ്ഞ ബോഡി ലോഷനാണ്. ഇത് അടിപൊളി ലോഷനാണ്. ഞാൻ യൂസ് ആക്കുന്നുണ്ട്. ഇത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇതും നമുക്ക് ഓഫർ പ്രൈസിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്മെല്ലൊക്കെ അടിപൊളിയാണ്. നല്ല ഡ്രൈ സ്കിന്നാണ്. നല്ല അടിപൊളി ഡ്രൈ സ്കിന്നാണെങ്കിലൊക്കെ ഇത് സ്യൂട്ട് ആവും കേട്ടോ. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. 2 പെർഫ്യൂം. ഈ പെർഫ്യൂം എനിക്ക് ഫ്രീ കിട്ടിയാണ് കേട്ടോ. ഇത്രയും വലിയ ബോട്ടിൽ ഫ്രീ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. 150 ml ഉണ്ട്. ഇത് പ്ലം ബോഡി ലവിങ് മൂൺ കിസ്ഡ് ഡ്രാമ എന്ന് പറഞ്ഞുള്ള ബോഡി മിസ്റ്റ് ആണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഫ്രീ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ഗൈസ്. A few moments later. കൊള്ളൂല ഗൈസ്. സോറി. ഫ്രീ കിട്ടുമ്പോ ഇങ്ങനത്തെ ഫ്രീ ഒക്കെ കിട്ടും. ഇങ്ങനെയുള്ള ഫ്രീ ഒന്നും എനിക്ക് ആവശ്യമില്ലായിരുന്നു. എനിവേ ഞാൻ നോക്കട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കുറച്ച് കഴിയുമ്പോൾ ഇത് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള സ്മെല്ല് പോലെ എനിക്ക് തോന്നുക. ഞാൻ ഒന്നും കൂടെ യൂസ് ചെയ്തിട്ട് ഞാൻ ഇത് പറയാം കേട്ടോ. നോക്കാം. വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് പ്ലമ്മിന്റെ ബോഡി ലവിൻ ട്രിപ്പിൻ മിമോസാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോഡി മിസ്റ്റ് തന്നെയാണ്. സോറി, ഇത് പെർഫ്യൂം ആണ്. ട്രിപ്പിൻ മിമോസാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. എനിക്കിപ്പോ പെർഫ്യൂം യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതിന്റെ സ്മെൽ എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. ഇത് പെടാഞ്ഞാൽ മതിയായിരുന്നു. കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ നമ്മൾ പെടുമ്പോൾ വല്ലാത്തൊരു വേദനയാണ് ഗൈസ്. ഒരു ടെൻഷനാണ് ഗൈസ്. ഈ റിസൾട്ട് ഒക്കെ വരാൻ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യില്ലേ, അതുപോലെയാണ് ഈ ഓർഡർ വന്നിട്ട്. അതും പുതിയ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതെന്താണ് അതിന്റെ ഒരു അവസ്ഥ എന്നറിയാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ്. ഓ സോറി, ഞാൻ ഇത്രയും നേരം ഈ ഭാഗമാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പൊളിക്കാനുള്ള ഭാഗമല്ലായിരുന്നു. സോ ഇത് വന്നിട്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്ക് ഇങ്ങനെ അൺബോക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതാണ് എന്റെ പെർഫ്യൂം വന്നിട്ട്. ഇത് ഞാൻ നോക്കട്ടെ കേട്ടോ. അതെ, ഒരു കുട്ടി നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റിയ, എവിടെ വേണേലും കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു പോക്കറ്റ് പെർഫ്യൂം പോലെ. അത്രേ ഉള്ളൂ. ഭയങ്കര ക്യൂട്ടാണ്. ഇതിന്റെ സ്മെല്ലൂടെ ഞാൻ നോക്കട്ടെ കേട്ടോ. ഈ കയ്യിലടിച്ചു നോക്കാം. കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ റിവ്യൂ കേട്ട പോലെ അത്ര ഭയങ്കര സ്മെല്ലൊന്നും തോന്നില്ല. ഒരു ഓക്കെ പെർഫ്യൂമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ യൂസ് ആക്കി നോക്കട്ടെ. ചിലപ്പോൾ നമുക്ക് ബോഡിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ എക്സാക്ട് സ്മെല്ലൊക്കെ കിട്ടാൻ പോകുന്നത്. സോ ഇത് പാക്കേജ് വൈസ് ഒക്കെ നല്ല ക്യൂട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
അപ്പോൾ ബാക്കി നമുക്ക് യൂസ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. എന്റെ നെക്സ്റ്റ് ഫ്രീ ബൈ ഞാൻ കാണിച്ചു തരാം. ഇത് പ്ലമ്മിന്റെ തന്നെയാണ്. ഒന്ന് വന്നിട്ട് ബോഡി ലവിന്റെ ലിലി മിസ് സൺഷൈൻ ബോഡി ലോഷൻ SPF 35 ഉള്ള ഒരു ബോഡി ലോഷൻ ആണ് കേട്ടോ. ഇത് ചെറിയ സൈസാണ്, 50 ml മാത്രമേ വരുന്നുള്ളൂ. ഇത് വന്നിട്ട് റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് ഷീർ ടിൻഡഡ് സൺസ്ക്രീൻ. ഇത് വന്നിട്ടും ടിൻഡഡ് സൺസ്ക്രീൻ ആണ്. ഇത് വന്നിട്ട് നമുക്കൊരു ബോഡി ലോഷൻ ആണ് കേട്ടോ. അപ്പൊ ഇത് രണ്ടും അടിപൊളിയായി, എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിന്റെ എത്രമാത്രം വർക്ക് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഫ്രീ കിട്ടുമ്പോൾ ഒരു സുഖമാണല്ലോ. സോ ഇത്രയൊക്കെയായിരുന്നു നമുക്ക് എന്നുള്ള പ്രൊഡക്ട്സ് വന്നിട്ട്. ഈ ഒരു പെട്ടി നിറയുണ്ട്, പക്ഷെ എനിക്ക് ആ ഒരു ഗിഫ്റ്റ് കിട്ടിയൊന്നും എനിക്ക് അങ്ങോട്ട് ലൈക്കായില്ല. എന്ത് ചെയ്യാനാ, കഷ്ടകാലം വന്ന മൂർത്താവിൽ നിന്ന് ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുള്ളൂ. അപ്പൊ നമ്മുടെ മെയിൻ ഇനി വന്നിട്ട് നമ്മുടെ ലിപ്സ്റ്റിക് ഒന്ന് സ്വാച്ച് ചെയ്യാന്നുള്ളതാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഗൈസ്. ഇത്തവണ ഞാൻ ലിപ്സ്റ്റിക് വാങ്ങി. ഇനി ഞാൻ യൂസ് ചെയ്യാത്തൊരു ഷെയ്ഡ്, പുതിയ ഷെയ്ഡ് ഞാൻ ഇനി ഓൺലൈൻ ഞാൻ വാങ്ങില്ല, സ്റ്റോറിൽ പോയേ വാങ്ങുള്ളൂ എന്ന് ഉറപ്പിക്കും. ഇത് ഫോളാണ്. ഇത് എനിക്ക് വർക്ക് ആവില്ല എന്നുണ്ടെങ്കിൽ, വാഷ് ഔട്ട് ചെയ്താണെങ്കിൽ തീർന്നു. എനിക്ക് ഫേസ് സ്കാനറുടെ പാക്കേജിങ് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഒരു ടെൻഷൻ ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ട്. ന്യൂഡാണ്. ഇതാണ് ഷെയ്ഡ്. എനിക്ക് ഓക്കെ ഒന്ന് തോന്നുന്നു. നമുക്കൊന്ന് വൈപ്പ് ചെയ്തിട്ട് ഇട്ട് നോക്കാം. ഓക്കെ, ഞാൻ ലിപ്സ്റ്റിക് വൈപ്പ് ചെയ്തിട്ട് വരാം. സോ ഞാൻ ലിപ്സ്റ്റിക് വൈപ്പ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. കറുത്താവേ, ഇതാണ് ഷെയ്ഡ്. ഞാൻ മിററിൽ പോയി നോക്കട്ടെ. എനിക്ക് ഫോണിൽ അത്രത്തോളം ഇത് ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പെട്ടോ? അപ്പൊ ഞാൻ പെട്ടില്ല ഗൈസ്. ഞാൻ ഗ്ലാസ് ഒക്കെ നോക്കി വന്നു. ഇത് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ന്യൂഡാണ്. പക്ഷെ ഇത് ഞാൻ ഡീപ്പർ സ്കിൻ ടോണിന് ഞാൻ അത്ര സജസ്റ്റ് ചെയ്യില്ല. എന്റെ ഒരു സ്കിൻ ടോൺ ടു ഫെയർ സ്കിൻ ടോണിനൊക്കെ നന്നായിട്ട് ഇത് അടിപൊളിയാവും. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഫേസ് സ്കാനറുടെ കംഫി മേറ്റ് വാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് വേറെ നമ്പർ ഒന്നും ഇല്ല തോന്നുന്നു. ഞാൻ എന്തോ അപ്പോൾ ഇതും അത്ര സീനില്ല. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. നമ്മുടെ ഒരു എന്നെ പോലെ ഒരു ബ്രൗൺ സ്കിൻ ടു നമ്മുടെ ഫെയർ സ്കിൻ ടോണിനൊക്കെ അടിപൊളിയായിട്ട് സ്യൂട്ടായി പോകുന്ന ലിപ്സ്റ്റിക് ആണ്. ഇത്രയൊക്കെ ഉള്ളൂ എന്റെ ഒരു കൊച്ചു അൺബോക്സിങ് വന്നിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എന്ത് കണ്ടന്റ് ആണ് കാണാൻ ഇഷ്ടം, എന്തൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ മാറ്റം വരുത്തേണ്ടത്, അത്തരം കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.